ഹായ്. അപ്പം എല്ലാവരുടെ വീട്ടിലും ഈ പാലും ക്യാരറ്റും ഒത്തു വന്നാൽ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. കാരണം നല്ല ടേസ്റ്റാണ്. പരമാവധി ഈസി മെത്തേഡിലൂടെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഒരു കാര്യം മറന്നു, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്യാരറ്റ് നമ്മൾ ഈ വഴിയോരങ്ങളിലൊക്കെ ഗുഡ്സിലൊക്കെ കാണൂലേ, ഒരു കിലോ 100, 1.5 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഗുഡ്സാരെ അടുത്തുനിന്ന് വാങ്ങിയ ക്യാരറ്റാണ്. ഏത് ക്യാരറ്റ് എടുക്കുക, അതൊരു 15ഓളം ക്യാരറ്റ് ഇതുണ്ട്. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലൊരു പീലർ ഉപയോഗിച്ചിട്ടാണ് തൊലി കളയണമെന്നുണ്ടെങ്കിൽ നമ്മളെ 5 മിനിറ്റിൻ്റെ പണി 1 മിനിറ്റിലേക്ക് ചുരുങ്ങും. ഇത് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഇതുകൊണ്ട് തൊലി കളഞ്ഞെടുക്കാം. ഇനി തൊലിയൊക്കെ കളഞ്ഞ് ക്യാരറ്റിൻ്റെ രണ്ട് സൈഡും കേടുകളൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞാനിവിടെ ഈ മിക്സിൻ്റെ ഈ ഒരു ഗ്രൈൻഡർ, ഇതിൻ്റെത് പച്ചക്കറിയൊക്കെ അരിയാൻ പറ്റിയ ഒരു ഗ്രൈൻഡർ ജാറും കൂടെ അതിൻ്റെ ഒപ്പം ഉണ്ട്. ഈ ഒരു ജാറിലേക്കാണ് ഞാൻ ക്യാരറ്റുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇട്ടെടുത്ത് സ്വിച്ച് ഇട്ട് കൊടുത്താൽ നമ്മളെ സാധനം ഇവിടെ റെഡിയായി കിട്ടി. ഈ ക്യാരറ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിയട്ടെ, 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. അപ്പം നമ്മളെ ക്യാരറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ മിക്സിൻ്റെ ജാറിലുകൊണ്ട് ഈസി ആട്ടോ. ഈ ഒരു ക്യാരറ്റ് ഹൽവ എന്ന് പറയുന്നത് എനിക്കൊരു പണിയായിട്ടേ തോന്നൂല. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് ഒരു 2 വിസിലാണ് ഞാനിവിടെ അടുപ്പിച്ചെടുക്കുന്നത്. കൂടെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചിട്ട്, ആ ഒരു കാര്യം പറയാൻ മറന്നു. ഇനിയിപ്പോൾ ഇതുപോലെ മിക്സിയും ഗ്രൈൻഡർ ജാറൊന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നമല്ല. ഇതുപോലത്തെ ചെറിയ ഈ ഗ്രൈൻഡർ വരുന്ന സാധനത്തുമ്പോൾ നല്ലോണം ഗ്രൈൻഡർ ചെയ്തെടുത്താലും മതി. ഇനി കുക്കർ അടച്ചിട്ട് ഞാനിവിടെ 2 വിസിലാണ് അടുപ്പിച്ചെടുക്കുന്നത്. വിസിൽ ഇങ്ങോട്ട് അടിച്ചാൽ ക്യാരറ്റ് വെന്ത് കുഴഞ്ഞ് വരും. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ആവശ്യം. പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയും 8 ഏലക്കായാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഏലക്കായ് പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ പഞ്ചസാര അതുപോലെ പൊടിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഏലക്കായ് പൊടി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പഞ്ചസാരൻ്റെ കൂടെ പൊടിച്ചെടുക്കണമെന്ന് മാത്രം. കുക്കറൊക്കെ തുറക്കുമ്പോൾ ആവി പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. നമ്മളെ ക്യാരറ്റ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് അലിഞ്ഞന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളം ഇതിലില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്കായിൻ്റെ കൂട്ടും കൂടെ അതിലേക്ക് ചേർക്കുക. കൂടെ ഇതിലേക്ക് ആവശ്യം പാലാണ്. നമ്മൾ ഇങ്ങനെ കുക്കറിലിട്ട് വേവിക്കണോണ്ട് തന്നെ ഇതിലേക്ക് ഇനി 500 പാല് ഒഴിച്ചു കൊടുത്താൽ മതി. മറ്റേത് നമ്മൾ കുക്കർക്ക് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പാലിൽ ഈ ക്യാരറ്റ് വെന്ത് വരുന്ന വറ്റി വരുവോളം നമ്മൾ വെയിറ്റ് ചെയ്ത് ഇളക്കന്നെ വേണം. ഇത് ക്യാരറ്റ് നല്ലോണം വെന്ത് കുഴഞ്ഞ് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി 500 പാല് ഇതിലേക്ക് ഒഴിച്ചുകൊണ്ടൊന്ന് വറ്റിച്ചെടുത്താൽ, അതായത് ഈ ക്യാരറ്റ് ഈ പാലും കൂടെ കുടിച്ച് നല്ല ഒന്നും കൂടിയും സോഫ്റ്റായി വരും. ഇതൊരു കറക്റ്റ് 20 മിനിറ്റാണ് ഞാൻ ഇത് വറ്റിച്ചെടുക്കാൻ എടുത്ത ടൈം. ഗ്യാസ്മലാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനിത് വറ്റിച്ചെടുക്കുന്നത്. ഈ പാലും കൂടി കൂട്ടി തിളക്കൽ തുടങ്ങിയപ്പോൾ നല്ല സ്മെല്ല് പരക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുക്കറിൽ ഇട്ട സാധനം ആയതുകൊണ്ട് തന്നെ പാലിൽ വെന്ത് വരുന്ന ആ ഒരു ക്യാരറ്റ് വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചി എന്നൊക്കെ നമ്മൾ പറയില്ലേ. പാലും ക്യാരറ്റ് അല്ലേ, ടേസ്റ്റ് ഇല്ലാതൊക്കെ. ഈ ക്യാരറ്റ് പാലിൽ കടന്ന് വെന്ത് ഈ പാല് വറ്റി വരുന്നത് ഓരോ സ്റ്റേജായിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ പാല് നല്ലോണം വറ്റി വന്നാൽ പിന്നെ ഇതിലേക്ക് ആവശ്യം അണ്ടിപ്പരിപ്പ്, മുന്തിരി, 1 ടീസ്പൂൺ നെയ്യിൽ വറുത്തെടുത്തതാണ്. വറുക്കണത് ഞാൻ കാണിക്കണില്ല, അപ്പുറത്ത് വറുത്തും കൊണ്ട് നിൽക്കണുണ്ട്. നെയ്യ് ഇനി 2 സ്പൂണായാലും ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, ഇതും കൂടെ അതിലേക്ക് ഇങ്ങോട്ട് ചേർന്നാലുണ്ടല്ലോ ടേസ്റ്റ് ഇരട്ടി. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മളെ പാലിൽ വെന്ത് വന്ന ക്യാരറ്റും ഒക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ തണുപ്പിക്കാനുള്ള ടൈമൊന്നും എനിക്ക് ഇവിടെ ഇല്ല. എൻ്റെ മക്കൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൂർണ്ണമായിട്ടും തണുത്ത് വന്നാൽ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് തന്നെ അങ്ങോട്ട് സെർവ് ചെയ്തോളി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൻ്റെ ഓളും കൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കിടുക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.